22 വീലുണ്ടോ? ആ, അതായത് ബോഡി ലാൻഡിങ് ഗിയർ ഉണ്ടല്ലോ, അതായത് തൊട്ടതാള് അത് 6 ഒരു സൈഡിലുണ്ട്, ഒരു ബോഗിയിൽ. ഓക്കെ. ഇപ്പുറത്ത് 6. പിന്നെ വിങ്ങിന്റെ അടി 4 ഉണ്ട് അവിടെ. ഓ, ഇപ്പുറത്തും 4, അപ്പം തന്നെ 20. പിന്നെ ഫ്രണ്ട് 2. ഈ വിങ്ങിന്റെ അടിയിലുള്ളത് എപ്പോഴാ വന്ന് താഴുന്നേ? ലാൻഡ് ചെയ്യുമ്പോൾ എല്ലാം എപ്പോഴും അവിടെ ഇരിപ്പുണ്ടല്ലോ. ലാൻഡ് ചെയ്യുമ്പോൾ എല്ലാം ഇറങ്ങി വരും. ഇറങ്ങുന്നുണ്ടോ? ഓക്കെ, മനസ്സിലായില്ലേ? ഒന്ന് ബോഡിക്കകത്തിരിക്കുന്നു, ഒന്ന് നോർമൽ നിങ്ങൾ കാണുന്ന പ്ലെയിനിന്റെ അവിടെ ഇരിക്കുന്നു. ശരി. 777 കണ്ടില്ലേ എവിടെ ഇരിക്കും? അവിടെ തന്നെയാണ് മറ്റേ 4 പുറത്തിരിക്കുന്നത്. ഓക്കെ. പക്ഷേ 777 ബോഡിയുടെ അടി വീലില്ല, അത് ഇതിനേ ഉള്ളൂ. ബോഡി ഉള്ള പിന്നെ ആന്റണോഫിനൊക്കെ ഉണ്ട്. ഓക്കെ. പഴയ ഒരു 350 ഉണ്ടായിരുന്നു അതുപോലെ. ഓക്കെ. ഇപ്പൊ ഈ അതുകൊണ്ടാണ് ഇത് ഒത്തിരി ടയേഴ്സ് കൂടുതലുണ്ട്. കോൺകോർഡിനും ഉണ്ടല്ലോ കുറച്ച് അവിടെ ഇവിടെയൊക്കെ മാറി മാറി. അതിന്റെ വ്യത്യാസം ഓരോ എയർക്രാഫ്റ്റിന്റെ വ്യത്യാസമായിട്ട്. ഡിസൈൻ അനുസരിച്ച് വ്യത്യാസം വരും. അപ്പൊ ഇത്രയും പ്ലെയിനിന്റെ വീലില് അപ്പൊ മെയിൻ്റെനൻസ് കൂടുതൽ. നമ്മൾ ഇത്രയും പ്രാവശ്യം ലാൻഡ് ചെയ്യുമ്പോൾ വീല് മാറണ്ടേ? മറ്റേ 777 6, 12, 14 വീലേ ഉള്ളൂ. ഇത് എക്സ്ട്രാ അത്രയും വീല് മാറണം. കാരണം ഇത്രയും ബ്രേക്കിംഗ് കഴിയുമ്പം അതാണ് വേറെ ടയറെല്ലാം വരും. അല്ലാതെ ഉള്ള ഇഷ്യൂസ് ഒന്നും എനിക്ക് നല്ലൊരു എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യാൻ ഭയങ്കര സ്റ്റഡിയാണ് ഫ്ലൈ ചെയ്യാനും. ഓക്കെ.